വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മലൂരഞ്ചൻ. അപ്പം ഇന്ന് മധുര കണക്ക് എന്നിട്ടൊരു മൂവീൻ്റെ പരിപാടി വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മെയിൻ അപ്ഡേറ്റ്സ് അതിൻ്റെ മെയിൻ വീഡിയോയിലുണ്ടാവാം. വൈറൽ മല്ലൂരിയ കയറി ചെക്ക് ചെയ്യട്ടോ. ലിങ്ക് ഞാൻ താഴെ ആരംഭിക്കാം. ആദ്യം നമ്മുടെ മധുരക്കണക്കെന്ന ചിത്രത്തെക്കുറിച്ച് ഹരീഷ് പേരി ചേട്ടൻ തന്നെ സംസാരിക്കും. അതിനെക്കുറിച്ച് ഓരോരുത്തർ സംസാരിച്ച ശേഷം നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. മീഡിയയ്ക്ക് അവരോട് എന്താണ് ചോദിക്കാണോ എന്ന് ചോദിക്കാം. എല്ലാവരും പടത്തെക്കുറിച്ചൊരു മുഖവര എല്ലാവരും നൽകുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ചോദ്യോത്തരവേള. ആദ്യം മധുരക്കണക്കിൽ ഞാനൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഹരീഷ് ഏട്ടൻ്റെ വൈഫായിട്ടാണ് ചെയ്തത്. രണ്ട് പെൺകുട്ടികളുള്ള ഒരമ്മയാണ് ഈ കഥാപാത്രം. പിന്നെ ശ്യാമേട്ടനെ നേരത്തെ അറിയാം, ഹരീഷ് ഏട്ടനെ നേരത്തെ അറിയാം, ഹരീഷിനെ നേരത്തെ അറിയാം. പിന്നെ ഇതിനകത്തുള്ള ഷെന്തിലിനെ മാത്രം ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുകയാണെന്നുള്ളൂ. പിന്നെ നമ്മുടെ നിർമ്മല അത് നേരത്തെ അറിയാം, എൻ്റെ ഒരു ബ്രദറെ പോലെയാണ്. ഇതിലുള്ള എല്ലാവരെയും നേരത്തെ അറിയുന്ന ആൾക്കാർ തന്നെയാണ്. ഇന്ദ്രൻസേട്ടൻ്റെ ഒപ്പം ആണെങ്കിലും നേരത്തെ ഒരുപാട് മൂവീസൊക്കെ ചെയ്തിട്ടുണ്ട്. ജലധാരപ്പം സെറ്റൊക്കെ ഇപ്പോൾ വൈഫായിട്ടൊക്കെ ചെയ്തതാണ്. അപ്പോൾ എല്ലാം അറിയുന്ന ആൾക്കാരൊക്കെ തന്നെ ആയിരുന്നുകൊണ്ട് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. എല്ലാവരെയും വീണ്ടും വീണ്ടും കാണാൻ പറ്റുന്നത് വലിയ കാര്യം തന്നെയാണല്ലോ. ഇനിയിപ്പോൾ ഈ 4-ാം തീയതി മൂവി റിലീസാവാണ്. ഈ പടത്തിൻ്റെ മധുരമായ കണക്കുകളുടെ ആൻസർ നിങ്ങളാണ് ഇനി പറയേണ്ടത്. അപ്പോൾ 4-ാം തീയതി സിനിമ തിയേറ്ററിൽ എത്തിക്കഴിയുമ്പോൾ ഇതിൻ്റെ കണക്കിൻ്റെ ഉത്തരം പറഞ്ഞ് ഞങ്ങളെ വിജയിപ്പിച്ച് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. ഇത്രയും ക്യാമറ ഒരുമിച്ച് കണ്ടപ്പോൾ ടെൻഷനായി പോയി. അപ്പം മധുരക്കണക്ക് ഇതിൽ ഞാൻ ഇതുവരെ ചെയ്ത കോമഡി കഥാപാത്രത്തിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ചെറിയൊരു നെഗറ്റീവ്, വളരെ ചെറിയ നെഗറ്റീവ് കേട്ടോ, ഭയങ്കര ചെറിയ നെഗറ്റീവായിട്ട്. അപ്പം അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. ഹരീഷേട്ടൻ കണ്ടിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഹരീഷേട്ടൻ ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എനിക്ക് എന്നെ നാടകം പഠിപ്പിച്ച ഗുരുവാണ്. ഇതിലും ഗുരു, കാരണം ഇതിലെ കണക്ക് മാഷായ ഹരീഷേട്ടൻ്റെ ക്യാരക്ടർ. എൻ്റെ ക്യാരക്ടർ പുരുഷോത്തമൻ എന്ന ഒരു ക്യാരക്ടറാണ്, പലിശക്കാരനാണ്. അപ്പം എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുക, ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, സിനിമ വിജയിപ്പിക്കുക. ഈ സിനിമയിലൊക്കെ ഭയങ്കര തമാശയൊക്കെ പറയുകയാണെങ്കിലും റിയൽ ലൈഫിൽ ഭയങ്കര അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ആളായിട്ട് തോന്നിയിട്ടുണ്ട്. അതല്ലേ നല്ലത്. അപ്പം ഈ കഥാപാത്രം കോമഡി ആയിട്ട് തന്നെയാണോ, എങ്ങനെയാണ് ഈ കഥാപാത്രം പറഞ്ഞു തന്നത്? ആദ്യം ആരാണ് വിളിച്ചത്? ഹരീഷേട്ടന്റെ സിനിമയിൽ വരുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്തായിരുന്നു? ഈ സിനിമയ്ക്കകത്ത് വിളിച്ചത് ഹരീഷേട്ടൻ തന്നെയാണ്. എന്നോട് ഇങ്ങനെ ആദ്യമേ ഇതിന്റെ കഥ പറയുമ്പം തന്നെ അത് ചെയ്യാനായിട്ട് നമുക്ക് ആ ക്യാരക്ടർ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇതൊരു കോമഡി ക്യാരക്ടർ അല്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കുറേ ഇമോഷണലി കുറേ സംഭവങ്ങൾ ഉള്ള ഒരു സിനിമയ്ക്കകത്ത് ഹരീഷേട്ടൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതിൽ ഒരു നിർണായക ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുന്ന ഒരു കഥാപാത്രമാണ്. അതെനിക്ക് ആ കഥാപാത്രത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല, കാരണം ആ ഒരു സിനിമയുടെ കുറേ സസ്പെൻസ് എലമെൻസ് ഒക്കെ ഉള്ളൊരു സംഭവമാണ്. അതുകൊണ്ടാണ് അത് പറയാൻ പറ്റാത്തത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു ഞാൻ ചെയ്തിട്ടുള്ളൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഞാൻ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രമാണ്. പിന്നെ എനിക്ക് ഹരീഷേട്ടനോടൊപ്പം ഞാൻ നേരത്തെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് അദ്ദേഹം ഒരു നമ്മൾ കുറേ കണക്ക് മാഷിനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാനൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു കണക്ക് മാഷിനെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് ഉള്ള സീനുകളെല്ലാം ഹരീഷേട്ടനൊപ്പമുള്ള സീനുകളായിരുന്നു. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു അനുഭവമായിരുന്നു സെറ്റിലും ഒക്കെ. ഇവിടെ എന്തെങ്കിലും ചോദിക്കണമെന്ന് പറയാൻ പറഞ്ഞു. പറഞ്ഞില്ല. നിർമ്മലയുടെ ക്യാരക്ടറും ഇത് പറഞ്ഞതുപോലെ തന്നെ വ്യത്യസ്തമാണെന്ന് പറഞ്ഞു. വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര ചലഞ്ചിങ് ആണോ? എപ്പോഴും നമ്മൾ എന്നും ഒരു മീറ്ററിൽ നിന്ന് വിട്ടുപിടിക്കുമ്പോൾ വിവരമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ
ആഗ്രഹങ്ങളുള്ള സംഭവങ്ങൾ ചെയ്യണമെന്ന്, വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറുകൾ. ഈ ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ ചിലർ ചോദിക്കും എന്തെങ്കിലുമൊക്കെ മാറ്റി പിടിച്ചുകൂടെ എന്ന് ചോദിക്കും. നമ്മൾ മാറ്റി പിടിക്കണമെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ ആരെയും പിടിച്ച് തരണ്ടേ. അപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റിയത് ഒരു ഹരീഷേട്ടനും ഞാനും മാത്രമുള്ള സീൻ. അപ്പോൾ ഹരീഷേട്ടൻ്റെ കൂടെ ഒരു കാറിൽ ഇരുന്നിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ തന്നെ ഹരീഷേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മീറ്ററും കുറച്ച് ഓവർ എന്തെങ്കിലും ഒരു മിമിക്രി എന്നുള്ള രീതി നമ്മൾ എന്തെങ്കിലും കൈയിടാൻ നോക്കിയാൽ പോലും അത് ഇടാൻ അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൈയടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എഡിറ്റിംഗ് ടേബിളിൽ നിന്ന് ഹരീഷേട്ടൻ അത് വളരെ മനോഹരമായിട്ട് കട്ട് ചെയ്തിട്ട് ആ സീൻ വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹരീഷേട്ടൻ അത് ഭദ്രമാക്കിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അത് അഥവാ ഇനി അത് ഭദ്രമാക്കിയിട്ടില്ല എൻ്റെ ഫോൾട്ടല്ല, ഹരീഷേട്ടൻ്റെ പ്രശ്നം മാത്രമായിട്ട്. എന്തായാലും ഇങ്ങനെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സിനിമ ഞാൻ അഭിനയിക്കാതെ ഇതിൽ അഭിനയിച്ചിട്ടില്ല, ഞാൻ പുറമെ സിനിമ കാണുമെങ്കിൽ ആ കഥാപാത്രം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു കഥാപാത്രമാണ് കിട്ടിയത്. താങ്ക് യു. ഹരീഷേട്ടനുമായിട്ട് എനിക്ക് വളരെ കംഫർട്ടായിട്ടാണ് ഫീൽ ചെയ്തത്. ഇനി ഹരീഷേട്ടനാ പറയേണ്ടത് എന്തായിരുന്നു എന്നുള്ളത്. കണക്ക് മാഷ് നല്ലതായിരുന്നോ അതോ ഭയങ്കര കണക്ക് മാഷ് നമ്മള് ഹരീഷേട്ടനെ ഇതുവരെ നമ്മൾ കണ്ട കുറെ മൂവീസ് അല്ലെ, മലയാളത്തിലാണെങ്കിലും തമിഴിലും തെലുങ്കിലൊക്കെ ആണെങ്കിലും ഒരുപാട് ക്യാരക്ടേഴ്സ് ഹരീഷേട്ടനെ കണ്ടിട്ടുണ്ടെങ്കിലും അതിലൊന്നും കാണാത്ത മറ്റൊരു കഥാപാത്രമാണ് ഹരീഷേട്ടൻ ഇതിൽ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ നേരത്തെ ഹരീഷേട്ടൻ ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യേണ്ടതായിരുന്നു, അല്ലെങ്കിൽ കിട്ടേണ്ടതായിരുന്നു. തെറ്റാണോ ശരിയാണെന്നൊന്നും ഞാൻ പറയാൻ കാരണം ഇപ്പൊ വലിയ സിനിമ ചെറിയ സിനിമ ഒന്നും സാമ്പത്തിക അടിസ്ഥാനത്തിലല്ല എന്ന് ഞാൻ പറയുന്നതിന് ഒരു കാരണം ഉണ്ടായിട്ടാണ് കേട്ടോ പറഞ്ഞത്. വേറെ ഒന്നും വിചാരിക്കണ്ട. നമ്മളൊരു വലിയ നടൻ എന്ന് പറയുന്നത് എന്താ, ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നടൻ അല്ലേ. ഒരു നടി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ, എല്ലാവരും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയാണ് വലിയ നടൻ അല്ലെങ്കിൽ വലിയ നടി എന്നൊക്കെ പറയും, ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന. അപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നത് നല്ല സിനിമയാണെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ സിനിമ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ പൊറുക്കാം. 14 പ്രദർശനശാലത്താണ് എടപ്പള്ളി വനിതയിൽ ഫസ്റ്റ് പ്രിവ്യൂ ഷോ ഉണ്ടാവും. നിങ്ങളുടെ എല്ലാ സാന്നിധ്യം ഉണ്ടാകണം, തിയേറ്ററിൽ വരണം. നിങ്ങളെല്ലാം തിയേറ്ററിൽ വരാൻ താല്പര്യപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ എത്തണം. പിന്നെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ലിങ്കുകളെല്ലാം അയച്ചു തരണം. ഇവിടെ വന്ന മാധ്യമപ്രവർത്തകർക്ക് വളരെ നന്ദിയുണ്ട്. ഞങ്ങളുടെ ഇന്റർവ്യൂ ഷൂട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞ സെഷൻ തന്നെ അറേഞ്ച് ചെയ്യാം. എല്ലാവരും ഇപ്പോൾ ജനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളിലെ കാര്യങ്ങളൊക്കെയാണ് അതിലൂടെയാണ് എത്തുന്നത്. എല്ലാവരും ഇത് വേണ്ട രീതിയിൽ നമ്മളെ പ്രൊമോഷൻ ചെയ്ത് നല്ല